നമ്മളിപ്പോൾ ഈ കോയിൻ ഫോർജ് നമ്മൾ പബ്ലിക്കിലേക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെഫറൽ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ്സായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് സാധാരണക്കാരുണ്ടാവും. ഇപ്പോൾ ക്രിപ്റ്റോ അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട് എന്താണെന്ന് ഇൻഡെപ്തിൽ അറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഈ ഒരു കോയിൻ ഫോർജ് എന്നുള്ള പ്രൊജക്റ്റിൻ്റെ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോങ് ലൈഫ് നമുക്ക് എങ്ങനെയായി അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുക? സാധാരണക്കാരനായ ഒരാളോട് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ വെബ്3യുടെയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനെ കുറിച്ചോ അല്ലെങ്കിൽ പബ്ലിക് ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുമ്പോഴുള്ള ഡീസെൻട്രലൈസ്ഡ് ഫോർമാറ്റിനെ കുറിച്ചോ ഒന്നും തന്നെ വലിയ ധാരണയില്ല. ഈവൻ ക്രിപ്റ്റോനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആളുകൾ ഈ പറഞ്ഞ പത്രത്തിൽ വായിച്ച പരിചയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കാമിൽപ്പെട്ട ഒരു എക്സ്പീരിയൻസോ ആണ് അവർക്കുള്ളത്. നമുക്ക് അവരോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞ ഒരു 3-4 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്രിപ്റ്റോ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നിനും തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള റോഡ് മാപ്പോ അല്ലെങ്കിൽ പ്രോജക്റ്റുകളോ ഇല്ല. കോയിൻഫോർജിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന്, കോയിൻഫോർജിന്റെ ടെക്നിക്കൽ ഡെവലപ്മെന്റ് ടീം എന്ന് പറയുന്നത് UK പോളണ്ട് ബേസ്ഡ് ആണ്. സോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളവരാണ്. അപ്പോൾ അവർ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിൽ വളരെ സെക്യൂർ ആയിട്ട് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്മാർട്ട് കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും ഇതിനെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് പബ്ലിക് ബ്ലോക്ക് ചെയിനിലാണ്. പബ്ലിക് ബ്ലോക്ക് ചെയിനിലാകുമ്പോൾ ഒരു ബ്യൂട്ടി എന്താണ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെക്യൂർ ആണ്, ഇത് നിർത്താൻ പറ്റില്ല. ഇപ്പൊ ഡെവലപ്പ് ചെയ്ത ഡെവലപ്പർക്ക് പോലും ആ റെഫറൽ സിസ്റ്റം നിന്നുപോയി അല്ലെങ്കിൽ നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അവർക്ക് ഇൻവോൾവ് ആവാൻ പറ്റില്ല. അത് ലോകത്ത് ആർക്കും തന്നെ പറ്റില്ല. ഒരിക്കലും ഒരു സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ എപ്പോഴാണോ പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ ഡിപ്ലോയ് ചെയ്യുന്നത് അതിന് ശേഷമാണ് പബ്ലിക് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ റെഫറൽ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പോഴുള്ള ആ ട്രസ്റ്റ് നമ്മൾ അറിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം നമുക്ക് ആകെ പറ്റുന്നത്. ഇപ്പൊ എംപവറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുടനീളം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ BOP ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ കൊടുക്കുന്നുണ്ട്. കൂടാതെ 1 day ട്രെയിനിങ് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. വർക്ക്ഷോപ്പുകൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം 2 day കൊച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിലെ എവിടെയെങ്കിലും നല്ലൊരു 5 star ഹോട്ടലിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും സീറോ എന്നാണ് നമ്മുടെ ഒരു അറിവെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും പുതിയൊരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പം അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും പറ്റുന്നത് ഡിജിറ്റലായിട്ടും ഫിസിക്കലായിട്ടും മീറ്റിങ്ങുകളിലൂടെയാണ്. കോയിൻഫോർജിന്റെ ഒരു എക്കോസിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കോയിൻഫോർജ് സംബന്ധിച്ചിടത്തോളം കോയിൻഫോർജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കോയിൻഫോർജിന്റേതായ ഒരു നാറ്റീവ് ടോക്കനാണ്. ഇത് 100 crores ടോട്ടലുള്ളൂ. ഇതിൽ 15 crores ആണ് ഈ നമ്മൾ റെഫർ ചെയ്യുന്നതിലൂടെ ആളുകൾക്ക് കിട്ടുന്നത്, അല്ല ആ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ മാക്സിമം അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ടോക്കനുകൾ ഫ്യൂച്ചറിൽ പബ്ലിക്കിലേക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഇത് യൂസ് ചെയ്യാനുള്ള ഒരു വലിയ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് ഗെയിമിംഗ് ആയിട്ടും പിന്നെ മാർക്കറ്റ് പ്ലേസിലും യൂട്ടിലിറ്റി ആയിട്ടും ഇങ്ങനെയുള്ള വലിയ ഒരു എക്കോസിസ്റ്റമാണ്